ഒന്ന് നിൽക്കണേ. എന്നെ മനസ്സിലായോ? മനസ്സിലായി, പോസ്റ്ററിലൊക്കെ കണ്ടായിരുന്നു. അയ്യോ അത് കണ്ടല്ലേ. ഞാൻ RDPയുടെ സ്ഥാനാർത്ഥി ഈ തെരഞ്ഞെടുപ്പില്. പിന്നെ നിങ്ങളെ ഞാൻ ഒന്ന് കാണാനിരിക്കുമായിരുന്നു. ഷിബു അല്ലേ? അതെ. നിങ്ങളുടെ പണി ഭയങ്കര മോശമാണ് കേട്ടോ. ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. പക്ഷെ ദിവസം എന്നെ ആൾക്കാർ പണിക്ക് വിളിക്കുന്നുണ്ടല്ലോ. അത് ബോധമില്ലാത്ത ആൾക്കാരായിരിക്കും നിങ്ങളെ പണിക്ക് വിളിക്കുന്നത്. ഈ നാട്ടില് ഇനി പറയാത്തവരില്ല. നിങ്ങളെ പണിക്ക് വിളിച്ചാൽ നഷ്ടമാണ്. നിങ്ങൾക്ക് പണിയെടുക്കാൻ അറിയില്ല. നിങ്ങൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് നിങ്ങളുടെ പണി. എനിക്ക് എന്നും പണിയുണ്ടല്ലോ. അതാ പറഞ്ഞത്, വേറെ നിവൃത്തിയില്ലാത്തവർ നിങ്ങളെ വിളിക്കും. നമ്മൾ കയ്യിലെ കാശ് തരുന്നതുണ്ടല്ലോ നിങ്ങളുടെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ കാര്യങ്ങൾ നടത്തണം. അപ്പോൾ നമ്മൾ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ നിങ്ങൾക്ക് ഒരാൾ തരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാം മുറിയെ പണിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുക. ഇത് നിങ്ങൾ 11 മണിയാകുമ്പോഴത്തേനും ചായ ഇല്ലേ, 12 മണിയാകുമ്പോഴത്തേനും ചോറായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു പണിക്കാരന് ചേർന്ന പരിപാടിയല്ല. അതെപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോൾ എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് ജോലി ചെയ്യുക, എന്നിട്ട് വേണം കൂലി മേടിക്കാൻ കേട്ടോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, വേണമെങ്കിൽ എനിക്ക് വോട്ട് ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓട്ടെ, ശരിയാക്കി തരാം. എല്ലാം പറഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്.